ഹായ് എവരി വൺ, വെൽക്കം ടു സെറയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ 2 ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള CSIR പാർട്ട് എ ടോപ്പിക്കിന്റെ ബാക്കി കാര്യങ്ങളാണ്. അതായത് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പത്തെ 2 ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പല ആളുകളും എനിക്ക് അതിന്റെ റിമാർക്സ് പറഞ്ഞിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് വരാൻ സാധ്യത കൂടുതൽ. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചില ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നുണ്ട്, ചില ഏരിയയിൽ നിന്ന് തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ആ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ആ പ്രാക്ടീസ് സെഷൻസ് ആണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഏരിയയിലേക്ക് പോവുകയാണ്, കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ 2025 ജൂണിൽ നടന്നിട്ടുള്ള CSIR കെമിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവരുടെ പാർട്ട് എ ടോപ്പിക്കാണ്. അതിൽ ഞാൻ 20 ചോദ്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളുള്ള ഒരു 10-18 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു പോവാം. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഇനീഷ്യൽ മന്ത്ലി സാലറീസ് ഓഫ് എംപ്ലോയീസ് ജോൺ, റിയ ആൻഡ് സുനിൽ വേർ ഇൻ ദ പ്രൊപ്പോർഷൻ 4:3:5. ഓക്കെ, സോ 3 ആളുകളുടെ മന്ത്ലി സാലറിയുടെ പ്രപ്പോർഷൻ ആണ് തന്നിരിക്കുന്നത്. ആരൊക്കെയാണ് 3 എംപ്ലോയീസ്? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ജോൺ ഉണ്ട്, ദെൻ റിയ ഉണ്ട്, ദെൻ സുനിൽ ഉണ്ട്. ദാറ്റ് ഈസ് 4:3:5. After an increase of ₹10,000 monthly to all, the new proportion becomes 6:5:7. What was the initial salary of Sunil? അപ്പം ആദ്യഘട്ടത്തിൽ അവരുടെ സാലറികളുടെ തമ്മിലുള്ള പ്രപ്പോർഷൻ എത്രയായിരുന്നു? 4:3:5 ആയിരുന്നു. ഇപ്പോൾ അവരുടെ സാലറിയിൽ എത്ര വർധനവുണ്ടായി, ഇൻക്രിമെന്റ് ഉണ്ടായി? 10,000 rupees ഓരോരുത്തരുടെയും സാലറി കൂടിയപ്പോൾ ഇപ്പൊ അവരുടെ സാലറികൾ തമ്മിലുള്ള പ്രപ്പോർഷൻ എത്രയാ? 6:5:7. Now എത്രയാ? 6:5:7. ആലോചിച്ച് നോക്കി, റെഡി അല്ലേ? ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ വാട്ട് വാസ് ദ ഇനീഷ്യൽ സാലറി ഓഫ് സുനിൽ, സുനിലിന്റെ ആദ്യഘട്ടത്തിലുള്ള സാലറി, ശമ്പളം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പ്രപ്പോർഷൻ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണിത്. ഈ ചോദ്യം നമ്മൾക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം എന്ത് എഴുതുന്നു അറിയോ? ഇവരുടെ ഇനീഷ്യൽ പ്രപ്പോർഷൻ ഞാൻ എഴുതി 4:3:5. റെഡി അല്ലേ? ഓക്കെ, സോ ഇവരുടെ ആദ്യഘട്ടത്തിലുള്ള സാലറി എങ്ങനെ പോയി കഴിഞ്ഞാലും 4x:3x:5x എന്നാ വരിക. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ റേഷ്യോ മൾട്ടിപ്ലയർ. ഓക്കെ, എന്താണ് കോമൺ റേഷ്യോ മൾട്ടിപ്ലയർ? ഫോർ എക്സാമ്പിൾ, ഇവരുടെ റേഷ്യോന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ 10,000 ആണെങ്കിൽ ജോണിന്റെ സാലറി എന്ന് പറഞ്ഞാൽ 4x10,000 എത്രയാ? 40,000 അല്ലെ? റിയയുടെ എത്രയായിരിക്കും? 30,000. സുനിലിന്റെ എത്രയായിരിക്കും? 50,000. എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരുടെയും സാലറിയുടെ പൊതുവായിട്ടുള്ള ഗുണിതം, മൾട്ടിപ്ലയർ ആണ് ആര് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലാക്കുക. സോ അടുത്ത ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? ഇവരുടെ സാലറി 10,000 വെച്ച് കൂടും. ഇപ്പോഴുള്ള സാലറി 4x ആണെങ്കിൽ ജോണിന്റെ സാലറി എത്രയാവും? 4x + 10,000 ഈസ് ടു റിയയുടെ സാലറി എത്ര ഉണ്ടാകുക? 3x + 10,000 ഈസ് ടു സുനിലിന്റെ എത്ര ഉണ്ടാകുക? 5x ഈസ് ടു 10,000. സോറി, 5x പ്ലസ് ഈസ് ടു അല്ല, പ്ലസ് 10,000 എന്നാ വരിക. റെഡി അല്ലേ? ഓക്കെ, മാത്രമല്ല ഇപ്പൊ ആ സാലറികൾ തമ്മിലുള്ള റേഷ്യോ എത്രയാ? 6:5:7 ആണ്. ഓക്കെ, അതിൽ ഏതെങ്കിലും 2 പേരെ പരിഗണിക്കുക. 2 പ്രപ്പോർഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ? ഫ്രാക്ഷൻസ് അല്ലെ? ഭിന്നസംഖ്യകൾ കേട്ടില്ല നിങ്ങൾ? ഈ ഭിന്നസംഖ്യകളുടെ മറ്റൊരു വേർഷൻ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു രൂപമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപ്പോർഷൻസ് അല്ലെങ്കിൽ റേഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റെഡി അല്ലേ? റേഷ്യോ പ്രപ്പോർഷൻ ഒന്നല്ല. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, തൽക്കാലം നമുക്ക് ഒന്നായിട്ട് പരിഗണിക്കാം. 4x + 10,000 by 3x + 10,000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6/5 ആയിരിക്കും. അതായത് ഇയാളുടെയും ഫ്രാക്ഷൻസ് എടുത്തു നോക്കാം. നമ്മൾ എങ്ങനെയാ വരിക? നമ്മളൊരു പുതിയ പേജ് എടുക്കുന്നു. നോക്കിയേ, പുതിയ പേജ് എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? 4x + 10,000 by ആര്? 3x പ്ലസ് അല്ലെ? 3x പ്ലസ് എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? യെസ്, 3x + 10,000 ഇസ് ഈക്വൽ ടു എത്രയാ? ജോണിന്റെയും റിയയുടെയും ഇപ്പോഴത്തെ സാലറിയുടെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും അല്ലെ? പ്രപ്പോർഷൻസ് ഈക്വൽ ആയിരിക്കും അല്ലെ? ഓക്കെ,
4x plus 10,000 by 3x plus 10,000 ആർക്ക് ഈക്വൽ ആയിരിക്കും? 6:5 അല്ലേ പറഞ്ഞിരിക്കുന്നത്? 6:5 അല്ലേ? ഇവര് രണ്ടുപേരുടെയും സാലറികൾ തമ്മിലുള്ള ഇപ്പോഴത്തെ റേഷ്യോ എത്ര? 6:5 എടുക്കുന്നു. എത്ര വരിക? 6:5 എന്ന് പറയുമ്പോൾ 6/5. റെഡി അല്ലേ? സോ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്താ വരിക? 5 into 4x എത്ര വരിക? 20x plus 50,000 അല്ലേ? 5 into 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 50,000 is equal to 6 into 3x എന്ന് പറഞ്ഞാൽ 18x plus 6 into 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 60,000. സോ 20x നിന്ന് അല്ലെ 18x ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? 20x minus 18x എന്ന് വരുമ്പോൾ എന്താവും? 2x is equal to 60,000 minus 50,000 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10,000 അല്ലേ? സോ x is equal to എത്ര വരിക? 10,000 by 2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 ആണ്. x എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സാലറികളുടെ തമ്മിലുള്ള റേഷ്യൂസിന്റെ കോമൺ മൾട്ടിപ്ലയറാ അല്ലെ? സോ ജോണിന്റെ ഇപ്പോഴത്തെ സാലറി എത്രയായിരിക്കും? 6x എന്നല്ലേ സാലറി. ഇനി സുനിലിന്റെ ഇനീഷ്യൽ സാലറി എത്രയാണെന്നല്ലേ ചോദിക്കുന്നത് അല്ലെ? സുനിലിന്റെ ഇനീഷ്യൽ സാലറി എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്? സുനിലിന്റെ ഇനീഷ്യൽ സാലറി അറിയാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5x is to അല്ലെ? 5x is to what was the initial salary of സുനിൽ എന്നല്ലേ ചോദിക്കുന്നത്? ഓക്കെ, സോ സുനിലിന്റെ ഇനീഷ്യൽ സാലറി 5x അല്ലേ? തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 5x അല്ലേ? സോ എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ 5,000 ആണെങ്കിൽ 5x എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകുക? ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര ഉണ്ടാകുക? 5 into 5,000 25,000. ആലോചിച്ച് നോക്കി, 25,000. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഇനി അല്ലാണ്ട് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ, അവരുടെ സാലറികള് തമ്മിലുള്ള പ്രപ്പോർഷൻ നിങ്ങൾ നോക്കിയേ. 4:3:5 എന്നുള്ളത് എത്രയായി? 6:5:7. അതായത് 4 6 ആയി, 3 5 ആയി, 5 7 ആയി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നത്? 2ന്റെ ഡിഫറൻസാ വന്നത്. എത്ര കൂട്ടിയപ്പോഴാണ് 2ന്റെ ഡിഫറൻസ് വന്നത്? 10,000 കൂട്ടിയപ്പോഴാണ് എന്ത് ചെയ്തത്? 2 എന്ന് പറയുന്ന ഡിഫറൻസ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5,000 അല്ലെ? സോ 5,000 ഇൻറ്റു ആദ്യത്തെ അയാളുടെ റേഷ്യോ എത്രയാ? 5. 5,000 ഇൻറ്റു 5 25,000. അങ്ങനെയും ചെയ്യാം. ഇതാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 1. അടുത്തത് രണ്ടാമത്തത് വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇതേപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റുക. ഇങ്ങനെ ഇത് നമ്മളിപ്പം 3 എന്താ പറയാ സെമി സർക്കിൾസേ ഉള്ളൂ. ഇപ്പൊ 4 സെമി സർക്കിളും 5 സെമി സർക്കിളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ട്രിക്കി അല്ലെ, അല്ലെങ്കിൽ നമ്മള് യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പൊതുവെ കാണുന്ന പോപ്പുലർ മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? CSIR ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. സോ ആലോചിച്ച് വെക്കുക എന്നല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? കാണുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ആലോചിച്ച് വെക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദ്യം ഇതാണ്: 3 identical semicircles are arranged as shown in the figure. സെമി സർക്കിൾ ആണ്, 3 എണ്ണം ഉണ്ട്, ഐഡന്റിക്കൽ, ഒരേപോലെയാണ്, ഒരേ റേഡിയസ് ആണ്, ഒരേ ഡയമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ? ഇതിന്റെ ഡയമീറ്റർ ആണ് ചോദിക്കുന്നത്. എന്താണ് ഡയമീറ്റർ? ശ്രദ്ധിക്കുക നിങ്ങള്. അപ്പം ഒരാളുടെ ഡയമീറ്റർ ഞാൻ എത്ര എടുക്കുന്നു അറിയോ? X എടുക്കുന്നു. എത്രയാണ്? X എടുക്കുന്നു. സോ സ്വാഭാവികമായിട്ടും അടുത്ത ആൾ എന്തായിരിക്കും? X തന്നെ ആയിരിക്കും അല്ലെ? ഇയാളുടെ ഡയമീറ്റർ എന്ത് തന്നെയായിരിക്കും? X ആയിരിക്കും. സോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരും? മുകളിലും താഴെ എടുക്കാം നമ്മൾ. മുകളില് ടോട്ടല് ആരൊക്കെ? താഴെ ആദ്യം എടുക്കുന്നു. താഴെ, അതായത് ഞാൻ എന്താ പരിഗണിക്കാൻ പോകുന്നത്? ഞാൻ എടുക്കാൻ പോകുന്നത് എന്താ? ഈ ലെങ്ത് എടുക്കുന്നു. എന്താണ് ഈ ലെങ്ത്? എന്തിനാ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ലെങ്ത് എത്ര വരും ടോട്ടല്? ഇവിടെ മുതൽ ഇവിടം വരെ X ആ, ഇവിടെ മുതൽ ഇവിടം വരെ എത്ര? അതും X. കാരണം എന്താ? ഐഡന്റിക്കൽ സെമി സർക്കിൾസാ. ഈ ഭാഗം എത്ര വരിക? ഇതിന്റെ ഇടയിലുള്ള 2 Xന്റെയും ഇടയിലുള്ള ഭാഗം എത്ര വരിക? 10. സോ നമുക്ക് എഴുതാം എന്തെന്നാ? ഈ ലെങ്ത് ടോട്ടൽ എത്ര വരും? X പ്ലസ് എത്ര വരും? 10 എന്ന് വരും. റെഡി അല്ലേ? X പ്ലസ് 10 എന്ന് വരും. ഇസ് ഈക്വൽ ടു, ഇനി അതിന്റെ മുകൾ ഭാഗം എടുക്കുക. മുകൾ ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗം കണ്ടോതാ, ഈ മുകൾ ഭാഗം കണ്ടോ നിങ്ങള്? എവിടെ പോയി? ഓക്കെ, ഈ മുകൾ ഭാഗത്ത് ഇതെത്രയാ? ഇത് ടോട്ടൽ എത്ര തന്നിരിക്കുന്നത്? 15 തന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട് 15. ഇതെത്രയാ? ഇതും തന്നിട്ടുണ്ട് എത്ര? 15. ഇതെത്രയാ തന്നിട്ടുള്ളത്? അത് നമുക്കറിയാലോ. അതെത്രയാ? ഇത് 15 ആണ്, ഇത് 15, ഇതും 15 കേട്ടോ. മാറിപ്പോയേ, വേഗം പറയുമ്പം മിസ്റ്റേക്ക് വരുന്നു. സോ ഇത് 15 ആണ്, അടുത്തത് ഇത് 15 ആണ്. അവർക്കിടയിലുള്ള ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെമി സർക്കിളിന്റെ റേഡിയസ് അല്ല, ഡയമീറ്റർ കേട്ടോ. ഡയമീറ്റർ ആയിരിക്കും അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 15 is equal to 15 plus X എന്ന് എഴുതാം. ഓക്കെ, അതായത് മുകളിലുള്ള ഭാഗത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും
താഴെയുള്ള ഭാഗത്തിനെ നോക്കുകയാണെങ്കിലും ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ സെയിം ആയിരിക്കൂലേ. താഴെയുള്ള ഭാഗത്തിനെ നോക്കുമ്പം ഈ ലെങ്ത് ആരൊക്കെ ചേരുന്നതാ, ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ പ്ലസ് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ, അവർക്കിടയിലുള്ള അകലം എത്രയാ 10. ഇനി മുകളിലുള്ള ഭാഗത്തിനെ നോക്കുകയാണെങ്കിലോ ആ ഭാഗത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുമ്പോഴുള്ളതാ, ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ പ്ലസ് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ, സോറി അത് മാറിപ്പോയി കേട്ടോ, ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ പ്ലസ് ആരാ, ഈ ഇത് പ്ലസ് ഇത് എത്രയാ, ഇത് 15 ആണ്, ഇതും 15, ഇത് എത്ര വരിക, ഈ നീളം എത്ര വരിക, ഇത് നമുക്ക് എത്ര എടുത്തിരിക്കുന്നത്, എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. റെഡി അല്ലേ? സോ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ, എത്ര വരിക, 2x + 10 2x + 10 = 15 + 15 എത്ര, 30 + x എന്ന് വരും. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എത്ര വരിക നമുക്ക്, x = 30 - 10 എത്ര വരിക, 20 എന്ന് വരും. റെഡി അല്ലേ? ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി. വളരെ എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ലോജിക്കൽ മാത്രം പോരാ. ഈ പറയുന്ന സെമി സർക്കിൾ അല്ലെങ്കിൽ സർക്കിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ധാരണ കൂടി വേണം. വലിയ ധാരണ, എന്റെ ഇക്വേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് എ കമ്പനി ഈസ് മെഷേർഡ് ആസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇറ്റ്സ് ഷെയർസ് ഓൺഡ് ബൈ ഡിഫറെന്റ് ഇൻവെസ്റ്റേഴ്സ്. ഒരു കമ്പനിയുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുന്നത് അതിന്റെ ടോട്ടൽ ഷെയറുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണം വെച്ചിട്ടാണ്. അതായത് എന്റെ കയ്യിൽ 80% ഷെയറും ഉണ്ട്, അവന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇവ തൊട്ടടുത്തിരിക്കുന്ന വേറൊരാളല്ല കമ്പനിയുടെ മറ്റൊരു പാർട്ണറുടെ കയ്യിൽ 50% ഷെയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഷെയറുകളുടെ വാല്യൂസ് അനുസരിച്ചിട്ടാണ് കമ്പനിയുടെ ടോട്ടൽ എന്ത് ചെയ്യുക, വാല്യൂ തിട്ടപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാകേഷിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാകേഷ് ഓൺസ് 2/15 ഓഫ് ദ ഷെയർ, അല്ലെ, 2/15 ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ഇപ്പൊ കമ്പനിക്ക് ടോട്ടൽ എക്സ് ഷെയറുകൾ ഉണ്ടെന്ന് വിചാരിച്ചു, അതിന്റെ 2/15 ആരാ കൈകാര്യം ചെയ്യുന്നത്, അത് നമ്മളെ രാകേഷാ കൈകാര്യം ചെയ്യുന്നത്. ഹി സെൽസ് 1/3 ഓഫ് ഹിസ് ഷെയർസ് ഫോർ ദ 75,000 രൂപയ്ക്ക് ആ കയ്യിലുള്ളതിന്റെ അല്ലെ 1/3 എന്ത് ചെയ്യുന്നു, പുള്ളി വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ കമ്പനി അറ്റ് ദാറ്റ് ടൈം, ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്, എക്സ് ആണ് എടുത്തിരിക്കുന്നത്. റെഡി അല്ലേ? അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാ, ആളുകളുടെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. സോ എക്സ് ആണ് അതിന്റെ വാല്യൂ എങ്കിൽ എക്സ് ഷെയറുകളാണ് ഉണ്ടാകുക, ടോട്ടൽ ഉണ്ടാകുക. ആ എക്സ് ഷെയറിന്റെ 2/15 ആയിരുന്നു ശരിക്കും ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, രാകേഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. റെഡി അല്ലേ? അപ്പം എക്സ് × 2/15, അതിന്റെ 1/3 ആര് വിറ്റു, രാകേഷ് വിറ്റു അല്ലെ. എക്സ് × 2/15 1/3 വിറ്റു. എത്ര പൈസക്കാ വിറ്റത്, അതിന്റെ പൈസ എത്രയാ, 75,000. എത്ര, 75,000. റെഡി അല്ലേ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, ഇത് നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഷെയറുകൾ അഥവാ ടോട്ടൽ പൈസ അല്ലേ. ഓക്കെ, ടോട്ടൽ വാല്യൂ അല്ലേ. എക്സ് = എന്താ വരിക, 75,000 × 3 × 15/2 എന്ന് വരും. റെഡി അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക, ഞാൻ ഓൾറെഡി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു, കാരണം സമയം വെറുതെ മെനക്കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം കിട്ടുക. എത്ര വരിക, 1687,500. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നമ്മളെ എന്താ പറയാ, ഈ പറയുന്ന ഫ്രാക്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ ഹാസ് ലോസ്റ്റ് 2/3 ഓഫ് her ഇൻവെസ്റ്റ്മെന്റ് ഓൺ എ ഡേ. ഒരാളുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതായത് അയാളൊരു ട്രേഡർ ആണ്, അയാളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ ആണ്. അയാളെ ഇൻവെസ്റ്റ്മെന്റിന്റെ 2/3 എന്ത് ചെയ്തു, അവർക്ക് നഷ്ടമായി ഒരു ദിവസം, 2/3. നെക്സ്റ്റ് ഡേ ഷീ റിക്കവേർഡ് 1/3 ഓഫ് ദ പ്രീവിയസ് ഡേയ്സ് ലോസ്. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ദിവസം അവരെന്ത് ചെയ്തു, അതിന്റെ മുമ്പ് തലേ ദിവസം നഷ്ടപ്പെട്ടതിന്റെ അല്ലെങ്കിൽ തലേ ദിവസം നഷ്ടപ്പെട്ടതിന്റെ എത്ര 1/3 എന്ത് ചെയ്തു, തിരിച്ചു പിടിച്ചു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഷീ ലെഫ്റ്റ് വിത്ത്. പുള്ളിക്കാരിയുടെ കയ്യിൽ അവസാനം ഇനി എത്ര ഭാഗമുണ്ട് എന്നാണ് ചോദ്യം. സോ എന്റെ കയ്യിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ 1 എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് എത്ര നഷ്ടമായി എന്ന് പറഞ്ഞിരിക്കുന്നത്, 2/3 നഷ്ടമായി. സ്വാഭാവികമായിട്ടും എന്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാകുക, 1/3 ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി പുള്ളിക്കാരത്തി തലേ ദിവസം നഷ്ടത്തിന്റെ 1/3 എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു പിടിച്ചിട്ടുണ്ട്. തലേ ദിവസം നഷ്ടം എത്രയാ, 2/3 ആണ്.
അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക? 2/3 × 1/3. ഇത്രയും എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത ദിവസം തിരിച്ചു പിടിച്ചു. എത്ര വരിക? 2/9. പുള്ളിക്കാരുടെ കയ്യിൽ തലേ ദിവസം ബാക്കി ഉണ്ടായിരുന്നത് എത്രയാ? 1/3 ആണ്. അടുത്ത ദിവസം തിരിച്ചു പിടിച്ചത് എത്രയാ? 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാ ഉണ്ടാകുക? ടോട്ടൽ കയ്യിൽ എത്ര ബാക്കി ഉണ്ടാവും? 1/3 + 2/9. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 15/3 × 9 ദാറ്റ് ഈസ് 27. എത്ര വരിക? 3 × 5/3 × 9 എന്ന് വരും. സോ 5/9 ഈസ് ദ ആൻസർ. 5/9 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 friends, Mr. Rahman, Mr. George, and Mr. Vedant met after a long time. They were wearing red, green, and violet colors shirt. 3 പേർക്കും 3 കളറുകളുള്ള ഷർട്ട് ഉണ്ട്. ഓക്കെ, Mr. Rahman and the person wearing violet shirt. റഹ്മാനും വയലറ്റ് ഷർട്ട് ഇട്ട മറ്റൊരു വയറും കൂടി ഒരു കാര്യം ശ്രദ്ധിച്ചു. That none of the 3 is wearing a color that starts with the same letter as his name. അവരാരും തന്നെ അവരുടെ പേരിന്റെ ആദ്യ അക്ഷരം വരുന്ന കളറുകൾ ധരിച്ചിട്ടില്ല. ഇപ്പൊ റഹ്മാൻ ഉറപ്പായിട്ടും എന്ത് ധരിച്ചിട്ടുണ്ടാവില്ല? റെഡ് ധരിച്ചിട്ടുണ്ടാവില്ല. ജോർജ് ഉറപ്പായിട്ടും എന്ത് ധരിച്ചിട്ടുണ്ടാവില്ല? ഗ്രീൻ ധരിച്ചിട്ടുണ്ടാവില്ല. വേദാന്ത് ഒരിക്കലും എന്ത് ധരിച്ചിട്ടുണ്ടാവില്ല? വയലറ്റ് ധരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, which one of the following is the correct match of the persons with the color of their shirt? കളർ ഓഫ് ദെയർ ഷർട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കുക, നമ്മൾ റഹ്മാൻ ഉണ്ട്, ജോർജ് ഉണ്ട്, വേദാന്ത് ഉണ്ട്. റഹ്മാൻ ഒരിക്കലും എന്ത് ധരിച്ചിട്ടുണ്ടാവില്ല? റെഡ് ധരിച്ചിട്ടുണ്ടാകില്ല. പിന്നെ എന്തൊക്കെ ധരിക്കാനായിരിക്കും സാധ്യത? ഗ്രീനും വയലറ്റും. വയലറ്റ് ധരിച്ചിട്ടുണ്ടാകില്ല നമ്മൾക്ക് ഓൾറെഡി ചോദിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ? റഹ്മാനും വയലറ്റ് ധരിച്ച മറ്റൊരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റഹ്മാൻ ധരിച്ചിട്ടുണ്ടാവുക? ഇല്ല, മറ്റൊരാളാ ധരിച്ചത്. അപ്പൊ റഹ്മാൻ റെഡും ധരിച്ചിട്ടുണ്ടാവില്ല, വയലറ്റും ധരിച്ചിട്ടുണ്ടാകില്ല. ബാക്കി ആരാളുള്ളത്? ഗ്രീൻ. സോ ജോർജ് അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ധരിക്കാനാ സാധ്യത ഉള്ളത്? വയലറ്റിനെയും ഗ്രീനിനെയും, അല്ലെ? സോറി, വയലറ്റിനെയും റെഡിനെയും. റെഡി അല്ലേ? വയലറ്റ് എന്തായാലും ആര് ധരിക്കൂല? വേദാന്ത് ധരിക്കൂല. അങ്ങനെയാണെങ്കിൽ ജോർജ് ആയിരിക്കും എന്ത് ധരിച്ചിട്ടുണ്ടാകുക? ജോർജ് എന്ത് ധരിച്ചിട്ടുണ്ടാവും? വയലറ്റ് ധരിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ആരാ? വേദാന്ത് റെഡ് ധരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കി, റഹ്മാൻ ഗ്രീൻ വരുന്നത് ഓപ്ഷൻ ബി ഉണ്ട്, ജോർജ് വയലറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ എളുപ്പമല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 മാർക്ക് പലപ്പോഴും നഷ്ടമാണ്. എ സർക്കിൾ ഓഫ് റേഡിയസ് 1 യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ക്വാർട്ടേഴ്സ് ആൻഡ് റിജോയിൻഡ് ആസ് ഇൻ ബിലോ. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് നല്ല ചിത്രം വരയ്ക്കാം. നമ്മളെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 1 യൂണിറ്റാ. ഈസ് ഡിവൈഡഡ് ഇൻടു 4 ക്വാർട്ടേഴ്സ്. ഇങ്ങനെ 4 കഷ്ണമാക്കി മാറ്റി മക്കളെ. 4 കഷ്ണം. ആ 4 കഷ്ണം വെച്ചിട്ട് ആൻഡ് റിജോയിൻഡ് ആസ് ഷോൺ ഇൻ ബിലോ. 4 കഷ്ണം അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി മാറ്റി ചിത്രം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഷേപ്പ്? ഈ ഷേപ്പിന്റെ ഏരിയ എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 4 കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പുള്ളി ഉണ്ടാക്കിയ ഇമേജ് ആണത്. റെഡി അല്ലേ? ഇങ്ങനെയുള്ള 4 കഷ്ണങ്ങൾ, ഇതാ നമ്മളൊരു പിസയൊക്കെ കട്ട് ചെയ്ത പോലെ നോക്കിയാൽ ഇതാ ഇങ്ങനെയുള്ള 4 കഷ്ണങ്ങളുണ്ട്. ആ 4 കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി. അതിന്റെ ഏരിയ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഷേപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി, ഏരിയയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഇപ്പൊ ഞാന് ഈ പറയുന്ന സർക്കിളിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. 10 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സർക്കിളിനെ ഞാൻ 10ഓ 20ഓ കഷ്ണാക്കി മാറ്റി. അവരെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടാക്കി. ആ ഷേപ്പിന്റെ ഏരിയ എത്ര തന്നെ ആയിരിക്കും? 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. ഏരിയ മാറുക ഇല്ല. സ്വാഭാവികമായിട്ടും മുമ്പ് എത്രയാണോ ഏരിയ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും ഇപ്പൊ ഉണ്ടാകുക. മുമ്പ് എത്ര ഏരിയ ഉണ്ടായത് അതെങ്ങനെ കണ്ടുപിടിക്കുക? റേഡിയസ് 1 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? മെൻസുറേഷനിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് അറിയാം. ജനറൽ ഏതാ? പൈ ആർ സ്ക്വയർ. ആർ എത്രയാ? 1 അല്ലേ? സോ പൈ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈയാ വരിക. ഇപ്പോഴും മുമ്പ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഏരിയ പൈ ആണെങ്കിൽ ഇപ്പോഴും എത്ര തന്നെയായിരിക്കും? പൈ തന്നെയായിരിക്കും. കാരണം ഏരിയ മാറില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഏരിയ മാറുമോ? ഇല്ല. ടോട്ടൽ ഏരിയ സെയിം ആയിരിക്കും. റെഡി? ഓക്കെ. 7. വാട്ട് വിൽ ബി ദ ഡിജിറ്റ് ആസ് ദ യൂണിറ്റ്സ് പ്ലേസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് അങ്ങനെ എവിടെ വരെ? 9 ക്യൂബ് വരെ. അതായത്
ഇത് ടോട്ടൽ അതിന്റെ സമ്മ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റ് ഏതാന്നുള്ളതാണ് ചോദ്യം. അത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് പരിചയപ്പെടുത്തി തരാം. ഇത് നിർബന്ധമായും കാണാപ്പാഠം പഠിക്കണം. അത് നല്ല ഇത് കുറച്ച് കാണാപ്പാഠം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറുകൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 99 വരെയുള്ള നമ്പറുകളുടെ സമ്മ് കാണാൻ പറയാം. ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടത്? n × n+1/2. അടുത്തത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ എത്രയായത്? n² ആ വരിക. റെഡിയാണ്? n². സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എത്രയാ വരിക? n നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ഇതേപോലെ, ഇത് നമ്മളോട് ക്യൂബ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇതേപോലെ സ്ക്വയർ ചോദിക്കുകയാണെങ്കിൽ എന്താ? n × n+1 × 2n+1/6 ആണ് വരിക. കാണാപ്പാഠം അറിയണേ. 1, 2, 3. അടുത്ത ഏതാ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n ഓഡ് നമ്പർ. n ഓഡ് നമ്പറുകളുടെ സ്ക്വയറിന്റെ സം ആണെങ്കിൽ ഇങ്ങനെ വരും. അത്ര പ്രധാനപ്പെട്ടതല്ല. അടുത്ത ഇക്വേഷൻ നോക്കിയേ. സം ഓഫ് അടുത്തതിന്റെ അടുത്ത് ഇതും വളരെ പ്രധാനപ്പെട്ടതല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താ? സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറുകളുടെ ക്യൂബിന്റെ സം എത്ര വരിക? n × n+1/2 ഹോൾ സ്ക്വയർ. ഇവിടെ എത്രയാ? ഫസ്റ്റ് 9 നമ്പറുകളല്ലേ, അപ്പൊ n ന്റെ വാല്യൂ എത്ര വരിക? 9. ഇക്വേഷൻ എഴുതി നോക്കുക. n × n+1/2 ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? n ന്റെ വാല്യൂ എത്ര? 9. 9 + 1 എത്ര വരിക? 10. 10/2 ഹോൾ സ്ക്വയർ എന്ന് വരും. 9 × 10 എന്ന് പറഞ്ഞാൽ 90. 90/2 എത്ര? 45. 45 സ്ക്വയർ എന്ന് വരും. 45ന്റെ സ്ക്വയർ എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 45 × 45. റെഡി അല്ലേ? 45 × 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവസാനം എത്ര തന്നെയായിരിക്കും വരിക? വാല്യൂ എത്ര ആയിക്കോട്ടെ, 5 × 5 ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എത്രയാ വരിക? 5 അല്ലേ വരിക? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 8ാമത്തെ ചോദ്യം. എ കാർ ഹാസ് വീൽസ് ഓഫ് ഡയമീറ്റർ 36 centimeters. If it turns a speed of 60 km/h, then the rotation per minute, RPM ആണ് കണ്ടത്. നമ്മൾ പലപ്പോഴും വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി പറയാറുള്ള, സ്ഥിരമായി കേൾക്കാറുള്ള, സ്ഥിരമായി ചർച്ച ചെയ്യാറുള്ള ഒരു വാക്കാണ് RPM. RPM എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഓക്കെ. ഒരു ടയർ ഫുൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ടയർ ഫുൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ടയറിന്റെ പെരിമീറ്റർ അത്രയും കവർ ചെയ്യണം. റെഡി അല്ലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു കാറിന്റെ വീലിന്റെ ഡയമീറ്റർ എത്രയാ? 36 സെന്റിമീറ്റർ. അതിന്റെ സ്പീഡ് എത്രയാ? 60 km/h. നമ്മൾ എന്തിനു കാണാനാ പറഞ്ഞിരിക്കുന്നത്? റൊട്ടേഷൻസ് പെർ മിനിറ്റ് കാണാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 60 km/h എന്നുള്ള സാധനത്തിന് എന്തിലേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. ഞാൻ നോക്കട്ടെ. സ്പീഡ് തന്നിട്ടുള്ള എന്താ? 60 കിലോമീറ്റർ. എപ്പോ? 1 മണിക്കൂർ കൊണ്ട്. 1 ഹവറിൽ 60 കിലോമീറ്റർ അല്ലെ? അതായത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? 60,000 മീറ്റർ വരും. എപ്പോ? 1 മണിക്കൂർ കൊണ്ട്. അതായത് 60,000 മീറ്റർ ഇൻ എത്ര മണിക്കൂർ? മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? 60 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് എത്ര ഉണ്ടാവും? 60,000 അല്ലെ? 60 നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ അല്ലെ, 60 നമ്മള് എന്താ പറയാ, 60 മിനിറ്റ് കൊണ്ട് 60,000 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ, റെഡി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ എത്ര ഉണ്ടാവും? 1 മിനിറ്റിൽ ഏതാ ഉണ്ടാവും? 60,000/60 ചെയ്താൽ പോലെ എത്ര വരിക? 1000 മീറ്റർ വരും. റെഡി അല്ലേ? 1000 മീറ്റർ. 1 മിനിറ്റ് കൊണ്ട് 1000 മീറ്റർ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് എങ്ങനെ എഴുതാം അല്ലെ? സ്പീഡ് എങ്ങനെ എഴുതാം? പെർ മിനിറ്റ്, പെർ ഹവറിലല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നത് എന്തിലാ? പെർ മിനിറ്റിലല്ലേ? അപ്പൊ നമ്മൾ പെർ മിനിറ്റിലേക്ക് സ്പീഡ് മാറ്റി. സ്പീഡ് എത്ര വരിക? 1000 പെർ മിനിറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ പറയുന്ന എന്താ പറയാ കണ്ടീഷനിലേക്ക് മാറി. 1000 പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു റൊട്ടേഷനിലുള്ള, അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത് ചെയ്യുക? 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന എത്രയാ? 1000 മീറ്റർ ആണ്. 1 മിനിറ്റിൽ 1000 മീറ്റർ. റെഡി അല്ലേ? അപ്പൊ ഈ 1000 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എത്ര തവണ ആ വീല് അല്ലെങ്കിൽ ആ ടയർ കറങ്ങിയിട്ടുണ്ടാവും നോക്കുക. ടയർ ഒരു തവണ കറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ കിട്ടും. ഒരു തവണ ഒരു ഫുൾ റൊട്ടേഷൻ എത്രയാണ്? അതെ, ഇതൊരു ടയറാന്ന് വിചാരിച്ചു, ഒരു ടയർ ഇതാണെന്ന് വിചാരിച്ചു. റെഡിയാണ്? അപ്പൊ ഇതിന്റെ സർക്കംഫറൻസ്, ചുറ്റളവ് കണ്ടുപിടിച്ചാൽ ഈ ടയർ ഇവിടുന്ന് കറങ്ങിയിട്ട് വീണ്ടും ഇവിടെ പോയി തിരിച്ചു ഇവിടെ എത്താൻ എത്ര എടുക്കും? അതിന്റെ സർക്കംഫറൻസ്, ചുറ്റളവ് എത്രയാണോ അത്രയും നീളം എടുക്കും. സോ ഡയമീറ്റർ 36 സെന്റിമീറ്റർ ആയിട്ടുള്ള ഈ ടയറിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? 2πr എന്നുള്ളതിന് പകരം 2r എന്നുള്ളതിന് പകരം നമുക്ക് എന്തെടുക്കാം? d എന്ന് എടുക്കാം. അതായത്
പൈ ഇൻറ്റു ഡി, ഡയമീറ്ററിലെ തന്നിരിക്കുന്നത് പൈ എത്രയാ, പൈ 3.14 ആണ്, ഇൻറ്റു ഡി എത്രയാ ഡയമീറ്റർ 36 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മീറ്ററിലേക്ക് ഒന്ന് മാറ്റണ്ട, കാരണം എന്താ നമുക്ക് ഇവിടെ മീറ്ററിലേക്ക് മാറ്റണം അല്ലേ അടുത്തായിട്ട്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഇതന്നെ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സർക്കംഫറൻസ് കിട്ടും. ഇത്ര ആണ് ഇതിന്റെ സർക്കംഫറൻസ് മീറ്ററിലേക്ക് നമുക്ക് കിട്ടും. 3x36 എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 100ന്റെ മുകളിൽ വരും. അപ്പൊ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 1.131 മീറ്റർ എന്നാ കിട്ടുക. സെന്റിമീറ്റർ എന്നുള്ളതിനിപ്പോ എന്തായി മാറി, മീറ്റർ ആയി മാറി. ഇപ്പൊ നമുക്ക് ഇയാൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. അതായത് ഒരു തവണ കറങ്ങണമെന്നുണ്ടെങ്കിൽ 1.131 മീറ്റർ കവർ ചെയ്യണം ആര്, ടയർ. റെഡിയാണേ? അങ്ങനെയാണെങ്കിൽ 1000 മീറ്റർ കവർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, 1000 മീറ്റർ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പെർ മിനിറ്റ് RPM കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് പെർ മിനിറ്റ് ബൈ സർക്കംഫറൻസ്. എത്ര ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റിൽ 1000 മീറ്റർ എന്ന് പറയുന്ന ദൂരമാണ് കവർ ചെയ്യുന്നത്. ബൈ എത്ര അതിന്റെ സർക്കംഫറൻസ് 1.131. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര വരിക, 1000ന്റെ താഴെയായിരിക്കും അല്ലെ? 1000ന്റെ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം 1000ന്റെ താഴെയാണ്. നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ എ കിട്ടും, 884. നമ്മൾ ചെയ്യുന്നില്ല, സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എന്താ ഐഡിയ പറയുന്നത്, അതായത് ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻസ് പോസിബിൾ ആവും ചെക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു മിനിറ്റില് എത്ര ദൂരം സഞ്ചരിക്കണം നോക്കുക. എത്ര ദൂരം, 1000 മീറ്റർ സഞ്ചരിക്കും അവര് ഒരു മിനിറ്റിൽ, 1000 മീറ്റർ. ഓക്കെ. അപ്പം ഒരു തവണ, അതായത് ഈ 1000 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എത്ര തവണ ആ ടയർ കറങ്ങുന്നു നോക്കിയാൽ പോരെ. റെഡിയല്ലേ? ഒരു തവണ ടയർ കറങ്ങുമ്പം 1.131 മീറ്റർ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ അല്ലെ, 1000 മീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങണം, 1000/1.131. റെഡിയല്ലേ? ഓക്കെ. അപ്പം ഒരു തവണ ടയർ ഫുൾ കറങ്ങാൻ 1.131, അഥവാ ആ ടയറിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ച സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ 1000 ആ സർക്കംഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൊട്ടേഷൻസ് അല്ലെങ്കിൽ റവല്യൂഷൻസ് പെർ മിനിറ്റ് കിട്ടും. ഒരു മിനിറ്റില് ഇത്രയും തവണ കറങ്ങും. എത്രയും തവണ, 884 തവണ. അടുത്തത് ക്വസ്റ്റ്യൻ 9. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്കിത് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാണ്ട് വന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്താ, ഓൾ ബുക്ക്ലെറ്റ്സ് ആർ മാനുവൽ. എല്ലാ ബുക്ക്ലെറ്റുകളും മാനുവൽ ആണ്. അതിനർത്ഥം എല്ലാ മാനുവൽസും ബുക്ക്ലെറ്റ് ആണ് എന്നുള്ളതാണോ? അല്ല അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്താ, ഓൾ ബുക്ക്ലെറ്റ്സ് ആർ മാനുവൽസ്. ഓൾ മാനുവൽസ് ആർ കാറ്റലോഗുകൾ. എല്ലാ മാനുവലുകളും എന്താണ്, കാറ്റലോഗാണ്. എന്നാൽ എല്ലാ കാറ്റലോഗും മാനുവൽ ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഓൾ മാനുവൽസ് ആർ ബുക്ക്ലെറ്റ്. എല്ലാ മാനുവൽസും ബുക്ക്ലെറ്റ് ആണോ? അങ്ങനെയാണോ തന്നിരിക്കുന്നത്? അല്ല. ബുക്ക്ലെറ്റ് ആണെങ്കിൽ അത് മാനുവൽ ആയിരിക്കും എന്നതിന്റെ അർത്ഥം മാനുവൽ ആണെങ്കിൽ അത് ബുക്ക്ലെറ്റ് ആണെന്നാണോ? അല്ല. റെഡിയല്ലേ? ഓക്കെ. സോ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ആലോചിച്ച് നോക്കിയാൽ മതി. ബുക്ക്ലെറ്റുകൾ എല്ലാം മാനുവൽ ആണെന്നതിന്റെ അർത്ഥം മാനുവൽസ് എല്ലാം ബുക്ക്ലെറ്റ് ആണെന്നുള്ളതല്ല. മാനുവൽസ് വേറെ ഉണ്ടാകാം, പക്ഷെ ബുക്ക്ലെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് മാനുവൽ ആയിരിക്കും. സോ ഓപ്ഷൻ എ വരുമോ? വരില്ല. ഓപ്ഷൻ ബി നോക്കിയേ, എല്ലാ കാറ്റലോഗുകളും ബുക്ക്ലെറ്റ് ആണ്. എല്ലാ കാറ്റലോഗുകളും ബുക്ക്ലെറ്റ് ആണ് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാ മാനുവൽസും കാറ്റലോഗാന്ന് തന്നിട്ടുണ്ട്. എല്ലാ കാറ്റലോഗുകളും മാനുവൽസ് ആവുമോ? ആവൂല. അവിടെ തന്നെ സാധ്യത അവസാനിച്ചു, പിന്നെ ബാക്കോട്ട് പോകേണ്ട ആവശ്യമില്ല. റെഡി? ഓപ്ഷൻ ബി ആയിരിക്കില്ല. ഓപ്ഷൻ സി നോക്കിയേ, ഓൾ ബുക്ക്ലെറ്റ്സ് ആർ കാറ്റലോഗ്. എല്ലാ ബുക്ക്ലെറ്റുകളും കാറ്റലോഗ് ആണെന്ന് നോക്കുകയാണെ. എല്ലാ ബുക്ക്ലെറ്റുകളും ഇത് പറയാം, എല്ലാ ബുക്ക്ലെറ്റുകളും മാനുവൽ ആണ്, എല്ലാ മാനുവൽസും കാറ്റലോഗ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, എല്ലാ ബുക്ക്ലെറ്റുകളും എന്താന്ന് പറയാം, കാറ്റലോഗ് ആണെന്ന് പറയാം. ഓപ്ഷൻ സി. ഡി നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, കറക്റ്റ് കിട്ടി നമുക്ക്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 10ാമത്തത് വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യം. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ എ ബി. എ ബി എന്ന് പറയുന്ന ഒരു 2 അക്ക സംഖ്യ. എ ആണ് അതിലെ 10ന്റെ സ്ഥാനത്ത് അല്ലെ, 10 പൊസിഷനിൽ, 10th പൊസിഷനിൽ. ഓക്കെ. ബി ആണ് യൂണിറ്റിയുടെ പൊസിഷനിൽ. ഓക്കെ, ഒറ്റയുടെ പൊസിഷനിൽ. ഈ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പർ ആൻഡ് ദ റിസൾട്ട് ഈസ് ഡിവൈഡഡ് ബൈ 9. റെഡി അല്ലേ? അതായത്
ഒരു രണ്ടക്ക സംഖ്യയിൽ നിന്ന് അതിന്റെ സമ്മ് കുറച്ച് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ ഒരു രണ്ടക്ക സംഖ്യയെ എങ്ങനെയാ നമ്മൾ എഴുതുക? അതിൽ ആദ്യത്തെ ആൾ എയും രണ്ടാമത്തെ ആളും ബി ആണെങ്കിൽ ഞാൻ അയാൾ എഴുതുക 10a + b എന്നുള്ളതാണ്. കാരണം എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10ന്റെ സ്ഥാനത്തുള്ള. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയുടെ സ്ഥാനത്തുള്ള. അതായത് 10ന്റെ പൊസിഷനിലുള്ള എനെ എങ്ങനെ എഴുതുക? 10a എന്ന് എഴുതുക. അപ്പൊ എ എന്നുള്ളത് 5 ആണെങ്കിൽ 10 × 5 എത്ര? 50. ബി എന്നുള്ളത് 4 ആണെങ്കിൽ 54 ആണ്. നോക്കിയതാ, 54 ആണ് നമ്പർ എങ്കിൽ ഇത് എങ്ങനെ എഴുതുക? 50a + 4 എന്നല്ലേ? 50 എന്ന് പറഞ്ഞാൽ എന്താ? 10ന്റെ സ്ഥാനത്തുള്ള ആളല്ലേ? 4 എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയുടെ സ്ഥാനത്തുള്ള ആളല്ലേ? അപ്പൊ 50 എങ്ങനെയാണ് എഴുതുക? 10a എന്ന് എഴുതിയാൽ കൂടെ എനിക്ക് റെഡി. 10a + b. അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്? ആ സംഖ്യയുടെ സമ്മ കുറയ്ക്കുന്നത്. സംഖ്യയുടെ സമ്മ എത്രയാ? സംഖ്യകളിലെ ഡിജിറ്റുകൾ തമ്മിലുള്ള സമ്മ് എയും ബിയുമാണ് ആ ഡിജിറ്റുകളെങ്കിൽ a + b കുറയ്ക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റെഡി അല്ലേ? അപ്പൊ 10a നിന്ന് a കുറച്ച് എത്ര വരിക? കുറച്ച് നോക്കുക നമുക്ക്. 10a നിന്ന് a കുറച്ചാൽ 9a വരും. പ്ലസ് ബിയിൽ നിന്ന് b കുറയ്ക്കുക. ബിയിൽ നിന്ന് b കുറച്ച് എത്ര വരിക? 0 എന്ന് വരും. ബൈ ആര്? 9. റെഡി അല്ലേ? അപ്പൊ എന്താ വരിക? 9a/9 വരും. 9 9 കട്ട് ചെയ്ത് പോയിക്ക് ബാക്കി ആരാ? a. അതായി കിട്ടിയ ആൻസർ ഓൾവേസ് a ആയിരിക്കും. ബിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഉണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഉറപ്പായിട്ട് ആരാ വരിക? ഓപ്ഷൻ എ, ഓൾവേസ് എ ആയിരിക്കും വരിക. 11ാമത്തെ ചോദ്യം. ഇത് പലപ്പോഴും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, റീസണിംഗ് ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാം പലപ്പോഴും കാണാറുണ്ട്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യാണെന്നും ഇത് എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്നാലേ ഈ ചോദ്യം വരുന്ന സമയത്ത് മറ്റു രീതിയിലൊക്കെ ചിന്തിക്കാണ്ട് അവര് ഏത് തരത്തിലുള്ള ആൻസർ ആണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ചോദ്യം ഇതാണ്. 4 കാറ്റഗറീസ് തന്നിട്ടുണ്ട്. 4 കാറ്റഗറികൾ. അവർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. റെഡിയല്ലേ? അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇത് നോക്കാൻ പോവാ നമ്മൾ. സോ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. 1 2 3 4 സർക്കിളുകൾ. റെഡിയാണ്? ഒരെണ്ണത്തിന്റെ മുകളിൽ മറ്റൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സർക്കിളുകളാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാൻ പോവുക. റിവർ, വാട്ടർ ബോഡീസ്, ഓഷ്യൻ, സോഴ്സ് ഓഫ് ഇവാപ്പറേഷൻ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഓഷ്യൻ എന്ന് പറയുന്ന വലിയൊരു സ്രോതസ്. അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ആര്? വാട്ടർ ബോഡീസ്, റിവർ, സോഴ്സ് ഓഫ് ഇവാപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ചിത്രം എങ്ങനെ വരികയായിരുന്നു? ഇങ്ങനെ വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഈ പറയുന്ന വലിയൊരു സർക്കിളും അതിനകത്ത് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യുന്ന 3 ആളുകളും. അങ്ങനെയാണോ ചിത്രം തന്നിരിക്കുന്നത്? അല്ല. 4 പേരും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലല്ലേ ഇമേജ് തന്നിരിക്കുന്നത്. സോ ഓഷ്യൻ എന്ന് പറയുന്ന വലിയൊരു സർക്കിളിന്റെ മുകളിലും മറ്റൊരാൾ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കുമോ ഉണ്ടാകുക? അല്ല. ഓപ്ഷൻ എ ആയിരിക്കില്ല. അടുത്തത് പാർലമെന്റേറിയൻ, സെലിബ്രിറ്റീസ്, എലക്ടഡ് പേഴ്സൺസ്, പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ്. പാർലമെന്റേറിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാർലമെന്റേറിയൻസിൽ ആരുണ്ടാവും? സെലിബ്രിറ്റീസ് ഉണ്ടാവില്ലേ? നമുക്കറിയാം, നമ്മൾ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ എന്താണ്? പാർലമെന്റേറിയൻ ആയിരുന്നു. നോമിനേറ്റ് ചെയ്യപ്പെട്ട പാർലമെന്റേറിയൻ. റെഡിയല്ലേ? അപ്പം എലക്ടഡ് പേഴ്സൺസ് ഉണ്ടാവും ഇവിടെ പാർലമെന്റേറിയൻസിൽ. പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഹൈലി പ്രൊഫഷണൽ ആയിട്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. ഇവരെല്ലാം വലിയ സർക്കിൾ ആയിട്ടുള്ള പാർലമെന്റേറിയൻസിൽ വരുന്ന ആളുകളല്ലേ? അപ്പം ഇങ്ങനെയല്ലേ ഇമേജ് വരാനുള്ള സാധ്യതയുള്ളത്? അതാണോ ഈ ചിത്രം? അല്ല. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കുമോ? ആയിരിക്കില്ല. സി നോക്കിയേ. മങ്കീസ്, 4 ലെഗ്ഡ് അനിമൽസ്, പെറ്റ് അനിമൽസ്, ലാൻഡ് അനിമൽസ്. റെഡിയല്ലേ? അപ്പൊ ഇവരെ നമുക്ക് വേണമെങ്കിൽ മങ്കീസ്, 4 ലെഗ്ഡ് അനിമൽസ്. ഓക്കെ, മങ്കീസ് 4 ലെഗ്ഡ് എന്നൊന്നും പറയാൻ പറ്റൂല. പെറ്റ് അനിമൽ. നമുക്ക് ലാൻഡ് അനിമൽസിൽ വേണമെങ്കിൽ ലാൻഡ് അനിമൽസ് എന്ന് പറയുന്ന വലിയ സർക്കിളിന്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെടുത്താം? മങ്കീസിന് ഉൾപ്പെടുത്താം, 4 ലെഗ്ഡ് അനിമൽസിന് ഉൾപ്പെടുത്താം, പെറ്റ് അനിമൽസിന് ഉൾപ്പെടുത്താം. അല്ലെ? ലാൻഡ് അനിമൽസിൽ ഉൾപ്പെടുത്താം. റെഡിയല്ലേ? അപ്പൊ ഇങ്ങനെയല്ലേ 3ാമത്തെ ചിത്രം വരേണ്ടത്? ഇങ്ങനെയാണോ ഉള്ളത്? അല്ല. അടുത്ത നോക്കിയേ. ഫർണിച്ചർ, ചെയർ, സീറ്റ്, വുഡൻ ഒബ്ജക്ട്. റെഡിയല്ലേ? ഫർണിച്ചറിൽ ആരൊക്കെ ഉൾപ്പെടും? ചെയറും ഉൾപ്പെടും, സീറ്റും ഉൾപ്പെടും, വുഡൻ ഒബ്ജക്റ്റുകൾ ഉൾപ്പെടും. എന്നാൽ വുഡൻ ഒബ്ജക്റ്റുകൾ മുഴുവൻ ഫർണിച്ചറുകളാണോ? അല്ല. അപ്പം വലിയൊരു സർക്കിള്, അതിന്റെ ഉള്ളിൽ 3 ചെറിയ സർക്കിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ പോസിബിൾ ആണോ? അല്ല. സോ സ്വാഭാവികമായിട്ടും അതായിരിക്കാം കൂടുതൽ ഈ പറയുന്ന ചിത്രത്തിന് യോജിച്ച കണ്ടീഷൻസ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി മേ ബി ദ റൈറ്റ് ആൻസർ. എനിക്ക് കറക്റ്റ് അറിയില്ല. കൂടുതൽ സാധ്യതയുള്ള ഇതാണ്. വേറെ ഏതെങ്കിലും രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്താ പറയാ, നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുക. ഇങ്ങനെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശരി ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ശരിയായ ഉത്തരം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ഒന്നിൽ കൂടുതൽ ചിലപ്പം ശരി ഉത്തരങ്ങളൊക്കെ ഓപ്ഷനിലുണ്ടാകും. പക്ഷെ ഏറ്റവും ശരി ഉത്തരത്തിനെയാണ് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്.
12ാമത്തെ ചോദ്യം, എ നമ്പർ ഈസ് മിസ്റ്റേക്കൺലി ഡിവൈഡഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ബീങ് മൾട്ടിപ്ലൈഡ് ബൈ 2. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ റിസൾട്ട് കോസ്ഡ് ബൈ ദ മിസ്റ്റേക്ക്? ഒരു നമ്പറിനെ ശരിക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നു, പക്ഷേ നടന്നില്ല. പകരം എന്താ ചെയ്തത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന മാറ്റം എത്ര പെർസെൻറ്റേജ് മാറ്റമാണ് സംഭവിച്ചത്? ഇത് നമുക്ക് വലിയ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, അതായത് എററിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, എറർ കറക്ഷന്റെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, എന്താ പറയാ, മിസ്റ്റേക്ക് ഇൻ ദ റിസൾട്ട് മൈനസ് ഇന്റൻഡഡ് റിസൾട്ട് ബൈ ഇന്റൻഡഡ് റിസൾട്ട് ഇൻറ്റു 100 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാം. അതൊന്നും ഉപയോഗിക്കാണ്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മൾ ആ നമ്പറിനെ 10 ആയിട്ടോ 100 ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ആയിട്ട് എടുക്കുക. ഞാൻ അതിനെ 100 ആയിട്ട് എടുക്കുന്നു. അതായത് എനിക്ക് 100നെയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 കൊണ്ട് 100നെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എത്ര കിട്ടേണ്ടിയിരുന്നത്? 200. എന്നാൽ കിട്ടിയത് എത്രയാ? 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 50 അല്ലേ കിട്ടിയത്? ഗുണിക്കുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 50 കിട്ടേണ്ടിയിരുന്നത് 200. 50 എത്ര പെർസെന്റേജാ? 200ന്റെ എത്ര പെർസെന്റേജ് ആണ് 50 എന്ന് പറഞ്ഞാൽ? 25% അല്ലേ? എന്ന് പറഞ്ഞാൽ 25% അപ്പൊ കിട്ടിയത്. നഷ്ടം എത്രയാ? 25 മൈനസ് 100 മൈനസ് 25 എത്രയാ? 75% അല്ലേ നഷ്ടം? അല്ലേ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ റിസൾട്ട്? വ്യത്യാസം എത്രയാ? 75%. 200 കിട്ടേണ്ട അടുത്ത് 50 ഉള്ളൂ, ബാക്കി 150 കുറഞ്ഞു. 150 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെന്റേജാ? 75% ആണ്. ആരുടെ? 200ന്റെ. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, രാഹുൽ ആൻഡ് ഹിസ് ഫാദർ സ്റ്റാർട്ടഡ് ജോഗിങ് ഓൺ എ സർക്കുലർ ട്രാക്ക്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോദ്യം. ഹെൽത്തി. സോ രാഹുൽ ആൻഡ് ഹിസ് ഫാദർ സ്റ്റാർട്ടഡ് ജോഗിങ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് ഓഫ് R. രാഹുലും അദ്ദേഹത്തിന്റെ പിതാവും രാവിലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. എന്താണ് ആ പരിപാടി? ജോഗിങ് എന്ന് പറയുന്ന പരിപാടി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാദറും കൂടി ജോഗ് ചെയ്തത് ഒരു സർക്കുലാർ പാത്തിലുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ സർക്കുലാർ പാത്തിലുള്ള ഗ്രൗണ്ടിന്റെ റേഡിയസ് 6 ആണ്. ചോദ്യം ഇതാണ്, രാഹുൽ കംപ്ലീറ്റഡ് 1 റൗണ്ട് ആൻഡ് സ്റ്റോപ്പ്ഡ്. രാഹുൽ നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു? ആദ്യത്തെ റൗണ്ടിൽ തന്നെ പരിപാടി അവസാനിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛനോ വളരെയധികം എന്താ പറയാ ആവേശവാനായിരുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. പക്ഷേ മകന്റെ അത്ര പോലും എത്തിയില്ല. പകുതി വൈക്കൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ക്ഷീണം സംഭവിച്ചു, ക്ഷീണം ബാധിച്ചു. അദ്ദേഹത്തിന് വിറ്റമിൻ ഡി കുറവായിരിക്കാം. സോ അദ്ദേഹം എന്ത് ചെയ്തു? ആ പകുതി വഴിയിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയ സ്ഥലത്തേക്ക് എങ്ങനെ പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈനിൽ പോയി എന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പാത്ത്? ദിങ്ങനെ. ഇവിടെ നിന്നാണ് ആര് തുടങ്ങുന്നത്? രാഹുൽ തുടങ്ങുന്നത്. രാഹുൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തി? ഇവിടെ എത്തി. റെഡിയല്ലേ? അദ്ദേഹത്തിന്റെ ഫാദറോ? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിച്ചു. അദ്ദേഹം എയിൽ നിന്ന് എവിടെ എത്തി? രാഹുൽ എയിൽ നിന്ന് എവിടെ എത്തി? എയിലെത്തി. സോ എത്ര ദൂരമായിരിക്കും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാകുക രാഹുല്? അതിന്റെ സർക്കംഫറൻസ് എടുത്താൽ പോരെ? റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാ? 2πr ആണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ സഞ്ചരിച്ചത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ രാഹുൽ ആൻഡ് ഹിസ് ഫാദർ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ രാഹുലും അദ്ദേഹത്തിന്റെ അച്ഛൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ റേഷ്യോ അല്ലേ? അദ്ദേഹം കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 2πr ആണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ? ഇനി ഞാനത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. 2πr ബൈ അദ്ദേഹത്തിന്റെ അച്ഛൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടുന്ന് യാത്ര തുടങ്ങി എവിടെ എത്തി? ഇവിടെ എത്തി. അപ്പൊ ടോട്ടൽ 2πr ആണെങ്കിൽ മാറിപ്പോയേ, ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെ 2πr ആണെങ്കിൽ ഇതെത്രയാ വരിക? 2πr ബൈ 2 എത്രയാ വരിക? πr. അത് മാത്രമാണോ? πr മാത്രമാണോ അദ്ദേഹത്തിന്റെ അച്ഛൻ കവർ ചെയ്തത്? അല്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ത് ചെയ്തു? πr കവർ ചെയ്ത ശേഷം എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു. ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും ഉണ്ടാകുക? 2r. സോ എയിൽ നിന്ന് ബിയിൽ എത്തുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ, നേരെ എന്ത് ചെയ്യുന്നു? എയിലേക്ക് വരുന്നു. അപ്പൊ എത്ര ഉണ്ടാകുക? 2r കൂടി വരും. കോമൺ ആയിട്ട് 2πr ബൈ πrലും 2rലും കോമൺ 6 ആണ്. π+2. സോ 6ഉം 6ഉം ക്യാൻസൽ ആവുന്നു. ആൻസർ എന്താ വരിക? 2π ബൈ π+2 എന്ന് വരും. ഓപ്ഷൻ ഏതാ വരിക? ബി. കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് അധികമുണ്ട്. അടുത്ത ചോദ്യം, സുരേഷ് ആസ്ക്ഡ് രമേഷ്. വളരെ നല്ല കോമ്പിനേഷനാണ് സുരേഷും രമേഷും. ടു ഐഡന്റിഫൈ ദ പേഴ്സൺ ഇൻ എ ഫോട്ടോ ദാറ്റ് ദ ലെറ്റർ ഹീസ് ഹോൾഡിങ്. അതായത് സുരേഷ് രമേഷിന് മുമ്പിൽ ഒരു ഫോട്ടോ കാണിക്കുന്നു. എന്നിട്ട് രമേഷിനോട് പറയുന്നു, രമേഷ്
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇയാളാന്ന് ചോദിക്കുന്നു രമേശിനോട്. രമേശ് എന്താ മറുപടി പറയുന്നത്? ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് എന്റെ ഓർമ്മയിൽ പറയുന്നത്? ഐ ഹാവ് നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അയാൾ ആദ്യം അത് പറയുന്നു, അദ്ദേഹത്തിന്റെ സങ്കടമാണ് പറയുന്നത്. എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല, സിബ്ലിങ്സ് ഇല്ല, ഒറ്റ മകൻ. സോ ഹൗഎവർ ദാറ്റ് മാൻസ് ഫാദർ, ആ ഫോട്ടോയിലുള്ള ആളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാ. എന്റെ അച്ഛന്റെ മകൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായി? എനിക്ക് മറ്റ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. അതായത് ആ ഫോട്ടോയിൽ കാണുന്നത് എന്റെ അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞ ഫോട്ടോയിൽ, സോറി, മൈ ഫാദേഴ്സ് സൺ എന്ന് പറഞ്ഞ ആരെ ഉദ്ദേശിക്കുന്നത്? രമേശിനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? എന്റെ അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞ ഞാൻ തന്നെയല്ലേ, മറ്റ് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മൈ ഫാദേഴ്സ് സൺ എന്നാ. എന്റെ അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ തന്നെയാ? രമേശാണ്. ഫോട്ടോയിലുള്ള രമേശാണെന്നല്ല, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ രമേശാണെന്ന് പറഞ്ഞ ഫോട്ടോ കാണുന്ന ആരാ? രമേശിന്റെ മകൻ, പൊന്നോമന പുത്രനെയാണ് അവർ കാണുന്നത്, ആ ഫോട്ടോയിൽ രമേശ് കാണുന്നത്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. സോ ഇത് കുറച്ച് ട്രിക്കിയാണ്. 1-2 കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ചോദ്യം 16, എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ, സിലിണ്ടറിക്കൽ അല്ല, എ സിലിണ്ടറിക്കൽ, ഒരു ഗ്യാപ്പ് വിട്ടുപോയത് കേട്ടോ. സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. എനിക്കൊരു സിലിണ്ടർ വേണം. എവിടുന്ന് അപ്പോൾ ഒരു സിലിണ്ടർ കിട്ടുക? സിലിണ്ടർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ദെൻ ആരും വേണം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള സിലിണ്ടർ ആണ് ഏത്? സിലിണ്ടറിന് വളരെ മനോഹരമായ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാ? 20 സെന്റിമീറ്റർ. ഹാസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു 25 സെന്റിമീറ്റർ ഹൈറ്റ്. ഇപ്പൊ ഇതാണ് ഹൈറ്റ് എന്ന് വിചാരിച്ചു. ഇത്രയും വെള്ളമുണ്ട്. ഇത്രയും ഹൈറ്റ് എത്രയാ? 25 സെന്റിമീറ്റർ. എ സോളിഡ് സ്ഫെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് 7 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ആ പറയുന്ന വാസ് ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ. മുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ കളി മാറി അല്ലേ? അതിന്റെ റേഡിയസ് എത്രയാ? ഇതിന്റെ റേഡിയസ് എത്രയാ? ഇതിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ ലെവല് കുറച്ച് പൊന്തും നമുക്കറിയാം അല്ലെ, കുറച്ച് ഉയരും. വാട്ട് വുഡ് ബൈ ദ അപ്രോക്സിമേറ്റ് ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ ഇൻ ദ കണ്ടെയ്നർ ആഫ്റ്റർ ദ ബോൾ വാസ് ഫുള്ളി ഇമേഴ്സ്ഡ്. ആ പറയുന്ന കണ്ടെയ്നറിന്റെ ലെവൽ, വാട്ടർ ലെവൽ എത്ര ഉയരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് എത്ര ഉയരും? എപ്പോ 7 സെന്റിമീറ്റർ ഉള്ള ആ സ്ഫെറിക്കൽ സ്ഫെറിക്കൽ ബോൾ എന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ചെയ്യുമ്പോൾ, ഇവിടെ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആര് ഓർമ്മ വേണം? ഇറ്റലിയിലെ തെരുവുകളിലൂടെ യുറേക്ക എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടോടിയ ആ വലിയ ശാസ്ത്രജ്ഞന്റെ പേര്, ശാസ്ത്രകാരന്റെ പേര് ആരാ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാം. എന്താ? നിങ്ങൾ ഒരു ലിക്വിഡിനകത്ത് ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനകത്ത്, അങ്ങനെയാ പറയാ, ഫ്ലൂയിഡിനകത്ത് ഒരു സോളിഡ് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് മുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് പോയ വെള്ളം അല്ലെങ്കിൽ ഉയർന്ന വെള്ളത്തിന്റെ വോളിയം വിൽ ബി ഈക്വൽ ടു എത്രയാണോ ആ സോളിഡിന്റെ അല്ലെങ്കിൽ എന്താണോ മുക്കി വെച്ചത് അതിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും അല്ലെ? അതായത് ഉയർന്ന എത്ര ഹൈറ്റ്, ഇപ്പൊ ഇത്രയും ഭാഗത്തെ വെള്ളമല്ല ഉയർന്നത്, ആ ഭാഗത്തുള്ള വാട്ടറിന്റെ വോളിയവും ഈ സോളിഡ് സ്ഫിയറിന്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? പറയുന്ന ഇക്വേറ്റ് ചെയ്യാൻ പോവുക അല്ലെ? അപ്പം ഈ സോളിഡ് സ്ഫിയറിന്റെ വോളിയം എത്രയാ? ഒരു സോളിഡ് സ്ഫിയറിന്റെ വോളിയം എങ്ങനെയാ കണ്ടുപിടിക്കുക? 4/3 πr³ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ ഉയർന്ന വെള്ളത്തിന്റെ വോളിയം അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അവിടെ ഉയർന്ന വെള്ളത്തിന്റെ വോളിയം എന്ത് ഷേപ്പിലാണ്ടാകുക? സിലിണ്ടറിന്റെ ഷേപ്പിലല്ലേ? ഇത്രയും ഭാഗം, സിലിണ്ടറിന്റെ ഇത്രയും ഭാഗത്ത് എത്ര വെള്ളം ഉൾക്കൊള്ളുന്നു നോക്കിയാൽ പോരെ? അത്രയും ഭാഗത്തുള്ള വോളിയം കണ്ടാൽ അത് കിട്ടൂലേ? അത്രയും ഭാഗത്തുള്ള വോളിയം, ഒരു സിലിണ്ടറിന്റെ വോളിയം എങ്ങനെയാ കാണുക? ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? πr²h എന്ന് പറഞ്ഞ ഈ ഹൈറ്റ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് ഏത് ഹൈറ്റാ വേണ്ടത്? ഈ ഹൈറ്റ് കണ്ടോ, ΔH എന്ന് വിളിക്കാം, ΔH. ഈ r³ ഈ r² കട്ട് ചെയ്യരുതേ, കാരണം രണ്ടും 2 റേഡിയസാ. ഇത് നമ്മളെ സോളിഡ് സ്ഫിയറിന്റെ റേഡിയസാ, ഇത് കണ്ടെയ്നറിന്റെ റേഡിയസാ. സോ ബാക്കി എന്താവും? പൈയും കട്ട് ചെയ്ത്. റെഡി അല്ലേ? 4/3 × r. സോളിഡിന്റെ റേഡിയസ് എത്രയാ? 7 7³ ഈക്വൽ ടു
റേഡിയസ് ഓഫ് കണ്ടെയ്നറിന്റെ റേഡിയസ് എത്ര 20 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക 4/3 ഇൻറ്റു 7 ക്യൂബ് ബൈ 4/3 ഇൻറ്റു 7 ക്യൂബ് ബൈ 20 സ്ക്വയർ എന്ന് വരും. ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക അറിയാം. ഞാൻ കൂടുതൽ സമയം വേസ്റ്റ് ആക്കുന്നില്ല. 1.14 സെന്റിമീറ്റർ എന്നാ കിട്ടുക ഡെൽറ്റ എച്ച്. ഇതൊക്കെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ആൻസറും കിട്ടത്ര സെന്റിമീറ്റർ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 17. ഇൻ എ കോഡ് ദ വേർഡ് എന്താ പറയാ ഡെൽറ്റോയിഡ് ഈസ് റിട്ടൺ ആസ് 315-2893. ദെൻ ലോഷൻ കുഡ് ബി റിട്ടൺ ആസ് ഡെൽറ്റോയിഡ്. നല്ലൊരു ചോദ്യമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഡെൽറ്റോയിഡ് 3152893 എന്നുള്ള കോഡാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഷന്റെ കോഡ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, വളരെ ലളിതമാണ്. ഇതിനകത്ത് ഡിന്റെ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് ആരെയാ 3. ഡിയുടെ ആൽഫബറ്റിക്കൽ റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ ആണോ 3 എന്ന് പറഞ്ഞാൽ അല്ല. ഇയുടെ പൊസിഷൻ ആണോ 1 എന്ന് പറഞ്ഞാൽ അല്ല. എല്ലിന്റെ പൊസിഷൻ ആണോ 5 എന്ന് പറഞ്ഞാൽ അല്ല. ടീന്റെതാണോ 2, ഓന്റെതാണോ 8, ഐന്റെതാണോ 9, ഡിന്റെതാണോ 3, അങ്ങനെ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ റാങ്കിലോ ആൽഫബറ്റിക്കൽ പൊസിഷനിലോ അനുസരിച്ചിട്ടല്ല എന്ത് കൊടുത്തിരിക്കുന്നത്, ഇവരുടെ എന്ത് കൊടുത്തിരിക്കുന്നത് കോഡ് കൊടുത്തിരിക്കുന്നത്. സോ ഡിന്റെ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് 3 തന്നെയാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ആകാം, പക്ഷെ ഡിന്റെ കോഡ് ഏതാ 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഡി ഉണ്ടോ? ഇല്ല. അപ്പൊ 3 ഡിയുടെ കോഡാ. ഐ ഉണ്ടോ? ഇ ഉണ്ടോ? ഇയുടെ കോഡ് എത്ര 1 ആണ്. എല്ലിന്റെ കോഡ് എത്ര 5. നമുക്ക് ഇവിടെയെങ്കിലും എൽ ഉണ്ടോ? ഉണ്ട്. സോ നമുക്ക് കൊടുക്കാം. എല്ലിന്റെ കോഡ് എത്ര 5. 5ൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? എയും ബിയും. സോ എന്തായാലും സിയും ഡിയും ആവില്ല. ഓന്റെ കോഡ് ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത് 8 ആണ്. സോ 58. എയും ബിയും 5, 8ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീന്റെ കോഡ് എത്ര? ടീന്റെ കോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാ? ടീന്റെ കോഡ് 2. റെഡി? സോ ടീന്റെ കോഡ് 2 താഴോട്ട്. ഐന്റെ കോഡ് എത്രയാ? 9. അല്ലെ? ഇതുവരെ കറക്റ്റാ. ഇനി അടുത്തത് എന്നിന്റെ കോഡോ? എന്നിന്റെ കോഡ് കൊടുത്തിരിക്കുന്നത് എത്രയാ? 2, 9. എന്നിന്റെ കോഡ് കൊടുത്തിരിക്കുന്നത്, എന്നിന്റെ കോഡ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഓപ്ഷനിൽ ആരുണ്ട്? 86 ഉണ്ട്, 81 ഉണ്ട്. 81 വരാൻ സാധ്യതയില്ല. കാരണം 1 ആരുടെ കോഡാ? ഈന്റെ കോഡാന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി 6 ആണ് ഉള്ളത്. സോ എന്നിന്റെ കോഡ് 6 ആയിരിക്കാം. എന്തായാലും ആര് വരൂല? ഒരാളെ മിസ്സായി പോയിട്ടുണ്ട്. ഒരാൾ ഇതിനകത്ത് മിസ്സായി പോയിട്ടുണ്ട്. ആരാന്നറിയോ? ഐന്റെ കോഡ് എത്ര മക്കളെ? ഐന്റെ കോഡ് 9. ഓന്റെ കോഡ് എത്ര? 8. എന്നിന്റെ കോഡല്ലേ നമുക്ക് വേണ്ടത്? യെസ്. എന്നിന്റെ കോഡ് എത്രയാകാം? എന്നിന്റെ കോഡ് 1 ആകാം 6 ആകാം. പക്ഷെ 1 ആകാൻ സാധ്യതയില്ല. കാരണം 1 ഓൾറെഡി ആരുടെ കോഡാ? ഈന്റെ കോഡാണ്. സോ എന്നിന്റെ കോഡ് എത്ര തന്നെയായിരിക്കും? 6. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 17 വളരെ വളരെ ശരിയാണ്. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്, ഞാൻ പറയുന്നില്ല. കുറച്ച് ടൈം എടുക്കും, കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ഓരോ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ പരീക്ഷയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതേ ചോദ്യമാണ് വരുന്നതെങ്കിലോ മറ്റു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നല്ല. പക്ഷെ ഇതേ ടൈപ്പ് ചോദ്യം വന്നു കഴിഞ്ഞാലോ, ഇതേ ടൈപ്പ് തൊട്ടോ ഞാൻ ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു അത്? എവിടെ പോയി ഈ ചോദ്യം. ഇതേപോലെ ഒരു ചോദ്യം ലൈഫ് സയൻസിന്റെ എക്സാമിനാണെന്ന് ചോദിച്ചു. അവിടെ 2 ഡിജിറ്റ് നമ്പറിന് പകരം 4 ഡിജിറ്റ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 1000 A+, 100 B+, 10 C+, D ഇങ്ങനെ എഴുതുക. ഇത് എത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ. സോ അതേ ചോദ്യം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, അത് ഇവിടെയും കണ്ടു. സോ ഓരോ ടൈപ്പ് ചോദ്യങ്ങൾ ആവർത്തിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്പർ ഓഫ് റോസ്, ലോട്ടസ് ആൻഡ് മാരിഗോൾഡ് പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ ആർ ഇൻ ദ പ്രപ്പോർഷൻ. റോസും ലോട്ടസും മാരിഗോൾഡ് തമ്മിലുള്ള റേഷ്യോ 8:5 എത്രയാ വരുന്നത്? 7 വരുന്നത്. ലേറ്റർ 75%, 40% and 50% more plants of their respective categories were added. Ready alle? That will be the what will be the now proportion of plants in the same order. അതായത് മുമ്പ് എത്രയായിരുന്നു റേഷ്യോ ഫോർ പ്രൊപ്പോർഷൻ? എത്ര? 8:5:7. അതിനകത്ത് 75%, 40%, 50% എന്ത് ചെയ്തു? കൂടുതൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ടോട്ടൽ ഇത് കൂട്ടുമ്പോൾ 100 കൂടുതൽ വരൂലേ? അപ്പൊ 100 കൂടുതൽ ശതമാനം പോസിബിൾ ആകുമെന്ന് ചോദിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? മുമ്പ് ഉണ്ടായിരുന്നതിന്റെ 75% എന്നാ പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? മുമ്പ് ഉണ്ടായിരുന്നതിന്റെ 40%, മുമ്പ് ഉണ്ടായിരുന്ന 50% പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. ആദ്യം നമ്മൾ റോസിനെ പരിഗണിക്കാം. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന റേഷ്യോ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്.
8x is equal to 5x is equal to 5x is equal to 7x അല്ലെ? നേരത്തെ നമ്മള് ആദ്യത്തെ ചോദ്യം തന്നെ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ ഇതേപോലെ ചോദ്യത്തിനല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ഇതേപോലെ ചോദ്യത്തിൽ നമ്മളല്ലേ സ്റ്റാർട്ട് ചെയ്തത്? അവിടെ ഞാൻ എന്ത് ചെയ്തു? 4ന് 4x എന്നും 3ന് 3x എന്നും 5ന് 5x എന്നും കൊടുത്തു. അവിടെ x എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ മൾട്ടിപ്ലയർ ആണ്. ആരാണ്? കോമൺ മൾട്ടിപ്ലയർ ആയിരുന്നില്ലേ? യെസ്. അതേപോലെ ഇവിടെ x എന്താ? കോമൺ മൾട്ടിപ്ലയർ. റെഡി അല്ലേ? ഈ 8x ആയിരുന്നു ആദ്യമുള്ള പ്രപ്പോർഷൻ, ആദ്യമുള്ള നമ്പർ. അതിന്റെ എത്ര ശതമാനം? 75% കൂടുതൽ കൂട്ടിയിരുന്നു. അപ്പൊ റോസ് ഇപ്പൊ എത്ര ഉണ്ടാവും? നേരത്തെ 8x ആണ് ഉണ്ടായിരുന്നത്, അതിന്റെ കൂടെ എത്ര കൂട്ടി? 8xന്റെ 75% എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 0.75. 75%നെ നമ്മൾ നോർമൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 75/100 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75. കേട്ടാ? ഇനി അടുത്ത സ്റ്റെപ്പുകളൊന്നും ഞാൻ 40%, 50% ഒന്നും എഴുതൂല. x into x അല്ലെ? എക്സിന്റെ 75% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എത്ര ഉണ്ടാകുക? 8x പ്ലസ് സോറി, ഇവിടെ x അല്ലേ വരിക? മുമ്പ് ഉണ്ടായിരുന്നത് എത്രയാ? ടോട്ടൽ എത്രയാ? 8x ആ. 8xന്റെ കൂടെ എത്ര കൂടി കൂട്ടി? 8xന്റെ 75% കൂടെ കൂടുതൽ കൂട്ടി. സോ 8x പ്ലസ് 0.75 into 8x എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഏതാണ്ട് 3 എത്ര വരിക? 4 into 8 24 6x എന്ന് വരും. സോ 14x ആയി മാറി. എത്രയാണ് റോസിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ? 14x. ഇനി ആരതാ കണ്ടുപിടിക്കേണ്ടത്? ലോട്ടസിന്റെ മുമ്പ് എത്രയാ? 5x ആ. 5xന്റെ എത്ര ശതമാനം കൂടുതൽ കൂട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്? 40%. അപ്പോ 0.40 into 5x അല്ലെ? 0.40 എന്ന് പറഞ്ഞാൽ 10/4 സോറി 4/10. 4/10 into 5 എന്ന് പറഞ്ഞാൽ 20/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 2x is equal to 7x ആയി മാറി. അടുത്തതാരാ? അടുത്തത് മാരിഗോൾഡ് ആണ്. മാരിഗോൾഡിന്റെ എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാരിഗോൾഡിന്റെ മുമ്പ് എത്ര ഉണ്ടായിരുന്നത്? 7x ആ. 7xന്റെ കൂടെ എത്ര കൂടെ കൂട്ടി? 7xന്റെ 50% എന്ന് പറഞ്ഞാൽ 0.50 into 7x. എത്ര വരിക? 0.7 എന്ന് പറയുമ്പോൾ 0.5 into 7 എന്ന് പറയുമ്പോൾ 3.5 അല്ലെ? 7x പ്ലസ് 3.5x ദാറ്റ് ഈസ് ഈക്വൽ ടു 10.5x. സോ ഇപ്പോഴത്തെ റേഷ്യോ എത്ര? സോറി, ഇപ്പോഴത്തെ പ്രപ്പോർഷൻ എത്ര? ഇപ്പോഴത്തെ പ്രപ്പോർഷൻ ഞാനിത് മയക്കുകയാണ്, കുറച്ച് ഇവിടെ സ്പേസിന് വേണ്ടി മയക്കുന്നു. ഇപ്പോഴത്തെ പ്രപ്പോർഷൻ എത്രയാ? ആലോചിച്ച് നിങ്ങൾ. 14x is to 7x is to 10.5x. ഓപ്ഷൻ അങ്ങനെയല്ല തന്നിരിക്കുന്നത്, പോയിന്റ് ഒന്നുമില്ല. സോ പോയിന്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഇവരുടെ ഇരട്ടി എടുക്കുന്നു. എന്താ വരിക? 28x is to 14x is to 21x. കണ്ടാൽ തന്നെ അറിയാം എന്താ? 7ന്റെ മൾട്ടിപ്ലാ. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ മൾട്ടിപ്ലയർ. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞത് 1000 ആണെങ്കിൽ ഇതിനകത്ത് റോസിന്റെ ഭാഗം എത്ര ഉണ്ടാകുക? 28 into 1000 28,000 അല്ലെ? മാരിഗോൾഡ് എത്ര ഉണ്ടാവും? 14,000 അല്ലെ? സോറി 14. ലോട്ടസ് ആണ് 14,000. മാരിഗോൾഡ് എത്ര ഉണ്ട്? 21,000. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കോമൺ മൾട്ടിപ്ലയർ. സോ 28x is to 14x is to 21x എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്ലയർ അല്ലേ? 28x എന്ന് പറയുമ്പോൾ എത്ര വരിക? 4x is to 14ന് 2x is to എത്ര വരിക? 3x. സോ എക്സ് ഒഴിവായി കഴിഞ്ഞാൽ 4 is to 2 is to 3. ഇതായത് ഓപ്ഷൻ ഏതാ വരിക? 4 is to 2 is to 3. ഓപ്ഷൻ ബി. റെഡി അല്ലേ? ഓക്കെ. 17 എണ്ണം നമ്മൾ ചെയ്തു. റെഡി? 17 എണ്ണം. ഇതിന്റെ കോപ്പിയാണേ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. സോ 17 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. 18 എന്ന് കാണാമെങ്കിലും ഒരെണ്ണം നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് കൂടി ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് പരിചയമുള്ള സാഹചര്യങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ ആവർത്തിക്കും. മനസ്സിലായോ? ചില ചോദ്യങ്ങൾ നിർബന്ധമായി നമ്മൾ സ്കിപ്പ് ചെയ്യണം, ചില ചോദ്യങ്ങൾ നിർബന്ധമായി നമ്മൾ അറ്റൻഡ് ചെയ്യണം, ചില ഇക്വേഷൻസ് നിർബന്ധമായി നമ്മൾ കാണാപ്പാഠം പഠിക്കണം. ഒരു 5-6 ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് 10-12 മാർക്ക് വാങ്ങാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന സെഷനുകളിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതിനകത്തില്ല. ചെയ്യാൻ പറ്റുമെന്ന് 100%, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 100% എനിക്ക് ഉറപ്പുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, വഴികൾ മനസ്സിലാക്കി വെക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചും കൂടി എന്ത് ചെയ്യും? കരുത്തരായിട്ട് മാറും. ഓക്കെ. സോ ലൈഫ് സയൻസുകാർക്കും കെമിക്കൽ സയൻസുകാർക്കും ഫിസിക്കൽ സയൻസുകാർക്കുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും അടുത്തൊരു അവസരത്തിൽ കാണാം. താങ്ക് യു സോ മച്ച്.